ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കിട്ടോ. അപ്പോൾ ഇതാ രാവിലെ തന്നെ ഞാൻ കിച്ചണിക്ക് വന്നിട്ട് ചായക്കുള്ള വെള്ളമൊക്കെ ആദ്യം തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ പോണത് സാദാ അപ്പമാണ് കേട്ടോ. ചീയപ്പം അല്ലെങ്കിൽ കലക്കി പാർന്ന അപ്പം എന്നൊക്കെ പറയാമല്ലോ, ആ ഒരു അപ്പമാണ്. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ പച്ചരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിന് കേട്ടോ. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് ഒരു 3-4 വട്ടം കഴുകി കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളത്തിലിടുമ്പോഴും കഴുകി കൊടുക്കും, എന്നാലും പിന്നെ ഒന്ന് കഴുകിയിട്ടില്ലെങ്കിൽ ഒരു പൊറുതിയേട് മാതിരിയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും നന്നായിട്ട് കഴുകി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു അപ്പം നന്നായിട്ട് തന്നെ വെള്ളമൊക്കെ ലൂസാക്കിയാണ്ട് വേണം കേട്ടോ ചുട്ടെടുക്കാൻ. കട്ടില്ലാതെ ചുട്ടെടുക്കുമ്പോഴാണ് കേട്ടോ ഈ ഒരു അപ്പം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. കറിയൊന്നും ഇല്ലെങ്കിൽ ആ ചൂടോടെ തന്നെ അങ്ങനെ കഴിക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് കുറച്ചും പാടൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് തന്നെ നീട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോഴേക്ക് നമ്മൾ ചായക്ക് വെച്ച വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതിക്ക് പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തുകൊണ്ട് ഒന്നും പാടെ അടിച്ച് വെച്ച് തിളപ്പിച്ചെടുക്കണുണ്ട്. നമ്മൾ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും വീഡിയോനെ പറ്റിയുള്ള എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ചായയൊക്കെ റെഡിയായി അതൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ അപ്പത്തേക്ക് ഒരു കറിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കണത്. അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമ്മളെ 2 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചിക്കിങ്ങാണ്ട് അതിക്ക് തേങ്ങ അരച്ച് പാരുകയാണ് കേട്ടോ. അങ്ങനെയാണ് കേട്ടോ കറി ഉണ്ടാക്കണത്. അല്ലാതെ നമ്മൾ സവാളയും തക്കാളിയും ഒക്കെ വാട്ടിങ്ങാണ്ട് അതിക്ക് മുട്ട ഇട്ടാണ് ചിക്കിങ്ങാണ്ട് പിന്നെ അതിക്ക് കുറച്ച് തേങ്ങ അരച്ച് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊക്കെ വേണമെന്നില്ലൊരു കമൻറ്റിലൂടെ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ ശരിക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാ മുട്ടക്കറിയില്ലേ, നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങിങ്ങാണ്ട് ഉണ്ടാക്കണ ആ ഒരു കറിൻ്റെ ടേസ്റ്റ് തന്നെ കേട്ടോ. നല്ല രസമാണ് ഇങ്ങനെ കഴിക്കാൻ. അങ്ങനെ കറിയൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ പുറത്ത് വന്നുകൊണ്ട് തീയൊക്കെ മൂട്ടുന്നുണ്ട് കേട്ടോ അടുപ്പത്ത്. അപ്പോൾ ഇന്ന് നമ്മൾ അപ്പാണ് ചൂടിന് പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ അടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കണത്. അപ്പോൾ വിരുന്നൊക്കെ പോയി വന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അടുപ്പ് കത്തിക്കണത്. ഇന്നിപ്പോൾ 3-ാമത്തെ ദിവസമൊക്കെ ആയിട്ടുണ്ട്. ഇന്നാണിപ്പോൾ അടുപ്പൊക്കെ കത്തിക്കാൻ നിൽക്കണത് കേട്ടോ. അടുപ്പൊക്കെ കുറേ ദിവസം കത്തിക്കാതെ നിന്നുകൊണ്ട് തന്നെ കത്തി പിടിച്ചാനൊക്കെ കുറേ നേരമായിട്ടോ. കുറേ നേരം കത്തിച്ച് പിന്നെ വീണ്ടും കേടും, പിന്നെ കുറേ ഊതി കൊടുക്കും, അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇന്ന് തീയൊക്കെ കത്തിച്ചിട്ടുള്ളത്. പിന്നെ അങ്ങനെ ഉഷാറായിട്ട് കത്തി പിടിച്ചു കേട്ടോ. അങ്ങനെ തീയൊക്കെ കത്തി പിടിച്ചപ്പോൾ ഞാൻ അപ്പച്ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഏകദേശം ചൂടായി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഓയിലൊക്കെ തടവി കൊടുത്തുകൊണ്ട് നല്ല നൈസായിട്ട് ഈ ഒരപ്പം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് അപ്പമൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ കേട്ടോ. പിന്നെ അപ്പം ചൂടിനൊന്നും കൂടുതലായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ അപ്പം ചൂടലൊക്കെ കഴിഞ്ഞ് ഞാൻ ആ ഒരു അടുപ്പത്ത് തന്നെ നമ്മൾ ചോറിനുള്ള വെള്ളം വെച്ച് കൊടുത്തുകൊണ്ട് പോന്നീനി കേട്ടോ. എന്നിട്ട് പിന്നെ ചായ കുടിക്കാനൊക്കെ നിന്നൊക്കെയാണ്. പിന്നെ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ലഞ്ചിനുള്ള കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ നിന്നൊക്കെയാണ്. അപ്പം ഇന്ന് നമ്മൾ മത്തൻ കറിയും അതേപോലെ തന്നെ പയറുപ്പേരിയും പിന്നെ ഉണക്കമീനും പൊരിച്ചെടുക്കാമെന്നാണ് കേട്ടോ കരുതിയിട്ടുള്ളത്. അപ്പം മത്തനൊക്കെ അവിടെ കുക്കറിൽ ഇട്ടുകൊണ്ട് ഗ്യാസ് അടുപ്പുമ്മ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ചോറിന് വെച്ച വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കുടിക്കാനൊക്കെ വെള്ളമൊക്കെ മുക്കി അരിയൊക്കെ കഴുകിങ്ങാണ്ട് തന്നെ കൊടുന്നതേനി കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതവിടെ കിടന്ന് വെന്ത് റെഡി ആവട്ടെ. അപ്പോഴത്തേന് നമുക്ക് ബാക്കിയുള്ള കൂട്ടാനും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം.
അങ്ങനെ മത്തനൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് തേങ്ങയൊക്കെ അരച്ച് പാർന്നിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പയറുപ്പേരി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞ് തൂമിച്ചങ്ങാണ്ട് അതിലേക്ക് നേരിട്ട് പയറൊക്കെ ഇട്ട് കുറച്ച് മുളകൊക്കെ കീറിയിട്ട് ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് അടിച്ച് വെച്ചുകൊണ്ടാണ് കേട്ടോ വേവിച്ചെടുക്കണത്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയും കാര്യങ്ങളൊക്കെ തന്നെയാണല്ലേ പയറുപ്പേരിൻ്റെ. ചിലവർ പയറുപ്പേരി ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് ആദ്യം വേവിച്ചെടുത്ത് പിന്നെ ലാസ്റ്റാണല്ലേ തൂമിച്ചൊക്കെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ അങ്ങനെയും ചെയ്യലുണ്ട്. ഇപ്പം ഈ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്തെടുക്കണത്. അങ്ങനെ പിന്നെ പയറുപ്പേരിയൊക്കെ ഗ്യാസ് അടുപ്പുമ്മേ വേവാൻ വെച്ചിട്ട് ഞാൻ കുറച്ച് പാത്രങ്ങളുണ്ട് കേട്ടോ മോറിയെടുക്കാൻ. അപ്പം അതൊക്കെ ഒന്ന് ആദ്യം ഒരു ഭാഗത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഞാൻ മോറാൻ നിന്നിട്ടുള്ളത്. അപ്പം ഇനി കംപ്ലീറ്റ് പാത്രങ്ങളൊന്ന് മോറി അതാത് സ്ഥലത്തേക്കൊന്ന് എടുത്ത് വെക്കട്ടെ കേട്ടോ. എന്നാൽ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ നീറ്റായി ക്ലീനായി കിടക്കും കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാ പാത്രങ്ങളൊന്ന് കഴുകി എടുക്കട്ടെ. അങ്ങനെ പിന്നെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് അടിച്ചു വാരിയൊക്കെ ഇട്ടിട്ട് ആകം തുടച്ചിട്ടില്ല. എന്നിട്ട് ഞാൻ അപ്പുറത്തെ തൊടുക്ക് കുറച്ച് ഓലക്കൊടി വെട്ടിക്കൊണ്ടുവരാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും മോളൂസും അതേപോലെ തന്നെ ഇന്ന് എൻ്റെ നാത്തൂൻ്റെ മോളുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഓളാണ് ബാക്കിൽ ക്യാമറയും പിടിച്ച് വരുന്നത്. ഓളും ഉണ്ട്. അപ്പോൾ ഓളെയും കൂട്ടി അങ്ങനെ അപ്പുറത്തെ തൊടുവിൽ പോയിങ്ങാണ്ട് കുറച്ച് ഓലക്കൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണുണ്ട്. അപ്പോൾ ഓലക്കൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയായിട്ടാണ് കേട്ടോ. അവൾ ഇന്നലെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഓളെയും കൂട്ടിങ്ങാണ്ടാണ് ഇപ്പോൾ ഞാൻ പോയിട്ടുള്ളത്. അപ്പോൾ ഇനി നാളെയും മറ്റന്നാളൊക്കെ ഇവിടെ ഉണ്ടാവും കേട്ടോ. സ്കൂളൊക്കെ പൂട്ടിയതല്ലേ ക്രിസ്മസിന്. അങ്ങനെ ഇന്ന് കുറച്ചൊക്കെ ഓലക്കൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി നാളെയും മറ്റന്നാളൊക്കെ ഇതേപോലെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ പോരാ കരുതിങ്ങാണ്ട് നിന്നൊക്കെയാണ്. നമ്മൾ അതിന് മോളെ ഉറക്കിങ്ങാണ്ടാണ് കേട്ടോ ഞാൻ ഇതിന് പോന്നിട്ടുള്ളത്. അപ്പോൾ ഓൾ എണീക്കുമ്പോഴത്തേന് അങ്ങോട്ട് തന്നെ പോകണം. ഓളെ കുളിപ്പിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ കുറച്ച് ഓലക്കൊടിയൊക്കെ ഉണ്ടാക്കിയെടുക്കട്ടെ. അങ്ങനെ ഞാൻ ഓലക്കൊടിയൊക്കെ ഉണ്ടാക്കുന്ന ഇടയിൽ അവൾ ഇവിടെ ഒക്കെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗി കിട്ടും അങ്ങനെ കാണാൻ. അപ്പോൾ നിങ്ങൾക്കും പാടെ കാണാൻ കരുതി ഇട്ടതാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ ഓളും നമ്മളെ മോളൂസും നല്ല കളിയാണ് കേട്ടോ. ഇവിടെ ചെറിയ തോട് മാതിരി സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ മോളൂസ് തേങ്ങയൊക്കെ ഇട്ടുകൊണ്ട് വെള്ളമൊക്കെ തെറിപ്പിച്ച് അങ്ങനെ കളിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വന്ന് പിന്നെ ഞാൻ കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിന് കേട്ടോ. അതിനൊക്കെ നിന്നിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ കുളിച്ചേക്കാണ് കേട്ടോ. പിന്നെ കൂടുതലൊന്നും വീഡിയോ എടുത്തൊന്നും നിന്നിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ